പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം 20/11/2024. ഒരല്പം വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കണ്ണാടി വെച്ചത്. അഹങ്കാരമല്ല, ക്ഷമിക്കണം. ഈ വ്യത്യസ്തത പറയാനുള്ള കാരണം, കഴിഞ്ഞ ഈ മാസത്തിൽ ഒരു 3-4 ഉപജില്ലാ കലോത്സവങ്ങൾക്ക് മാറുകിടാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏത് സ്ഥലങ്ങളാണെന്ന് പറയാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കുട്ടികളിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാനൊക്കാത്ത സാഹചര്യമാണ്, അത് മത്സരമായതുകൊണ്ട്. എന്നാൽ ചില കുട്ടികളൊക്കെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെ പഠിക്കുന്നു. അപ്പോൾ ചില കുട്ടികളെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, പഠനത്തേക്കാൾ എനിക്ക് ഇഷ്ടം ഈ കലാപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ആകുമ്പോൾ എങ്ങനെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ അടുക്ക കൊച്ചുകുട്ടി തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, കലയിലൂടെയും ഗെയിംസിലൂടെയൊക്കെ ജീവിക്കുന്നവരില്ലേ സർ? ഞങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളാണ്, പുസ്തകത്തിൽ മാത്രം തലയൂന്നിരിക്കാൻ മനസ്സിലാവും. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഫോൺ നമ്പർ എടുത്ത ചില വ്യക്തികളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരു പേരൻ്റ് ഇന്നലെ അല്പം ദൂരെ നിന്ന്, എൻ്റെ ജില്ലയല്ലാത്ത, ആലപ്പുഴ ജില്ലയല്ലാത്ത മറ്റൊരു ജില്ലയിൽ നിന്ന് ഒരു കുട്ടിയെയും കൂട്ടി അച്ഛനും അമ്മയും കൂടെ കാണാമെന്ന് അവരുടെ പ്രധാനപ്പെട്ട സംഗതി, ഈ കൊച്ചു കുട്ടിയെ ചുട്ടിയല്ല, ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. എൻ്റെ പറഞ്ഞ ആദ്യത്തെ കാര്യം, അവരുടെ പ്രൊഫഷനായി ഹൈ പ്രൊഫഷനാണ്, അവർ രണ്ടും ഹൈ പ്രൊഫഷണൽസാണ്. വലിയൊരു ഫീൽഡിൽ വല്ലാത്തൊരു തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്. വലിയ ഏണിങ് മെമ്പേഴ്സാണ്, മോർ ദാൻ 1 lakh rupee പെർ ഹെഡ് കിട്ടുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകന് പഠിക്കാൻ താല്പര്യമില്ല, അവന് പഠിക്കാനേ താല്പര്യമില്ല, അവൻ നാടൻ പാട്ട്, നാടകം ഇങ്ങനെയൊക്കെ നടക്കുക, അവനതും മതി. ഞങ്ങളെപ്പോലുള്ള ഇത്രയും വലിയ ജീനൊക്കെ ഉള്ള ആളുകളുടെ സന്താനങ്ങളായിട്ട് പോലും ഒരു പഠിക്കാൻ പുസ്തകം എടുക്കത്തില്ല, പുസ്തകത്തിലെ പാട്ടുണ്ടാവും നോക്കും, അങ്ങനെയൊക്കെ നോക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവനവൻ്റെ വഴിക്ക് വിട്, അവന് അങ്ങനെ പോയി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ തന്നെ പറയുന്നു. നേരെ മറിച്ച് അവനെ പറഞ്ഞ് തിരുത്തി, മോനെ നീ പഠിക്കാൻ കുത്തിയിരിക്കണം, ഇത്ര മണിക്കൂർ വായിക്കണം, ഇത്ര മണിക്കൂർ എഴുതണം എന്നൊക്കെ വിചാരിച്ച് അവർ വന്നത്. അവർ തികച്ചും നിരാശരായിട്ടാണ് അവർ മാതാപിതാക്കൾ പോയത്. പക്ഷേ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചൻ എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ പ്രതീക്ഷിച്ചില്ല സാറിങ്ങനെ പറയുന്നു, സാറെന്തായാലും എനിക്ക് എൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു, മോനെ പഠിക്കണ്ടെന്ന് പറഞ്ഞില്ല. പഠിച്ച് നിൽക്കുന്ന നല്ലൊരു കലാകാരനാവുന്നതും പഠിക്കാതെ കലാകാരനാവുന്നതും നല്ലതാണ്. പക്ഷേ പഠിച്ച് കലാകാരനായതുകൊണ്ട് നിൻ്റെ കലാപ്രാവീണ്യം നഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഥ അവസാനിപ്പിച്ചു. പ്രിയ സുഹൃത്ത്, ഞാൻ ഇന്ന് നിങ്ങളുടെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറയാം. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന കാര്യമല്ല. ഞാൻ BEd പഠിച്ച് MEd MPhil എഡ്യൂക്കേഷൻ എടുത്ത ഒരാളാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ 94 BA ഫിലോസഫി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോട് ജയിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ പഠനം തുടർന്നത് 94 ശേഷം 98 ഞാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സെൻറ്റ് ജോൺസ് അഞ്ചൽ കോളേജിൽ പഠിക്കുന്നത്. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതിനുശേഷം ഞാൻ ഡിസ്റ്റൻ്റായിട്ട് MA പൊളിറ്റിക്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അതിനുശേഷം MPhilലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അപ്പോൾ അത്രയും പഠനം ഞാൻ നിർത്തിയതിന് ശേഷമാണ് എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടുന്നത്. അതാണ് കാരണം, ഫിലോസഫിക്ക് BEd അഡ്മിഷൻ ഇല്ലായിരുന്നു. ഇവിടെയാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. BEdന് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾക്കൊക്കെ ഞാൻ 94 കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 2004 മാർക്ക് ലിബറൽ സിസ്റ്റമായി. അപ്പോൾ കുറച്ച് ലിബറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിക്ക് മാർക്കുണ്ട്. ഞങ്ങളുടെ കാലത്ത് C ഒന്നുമില്ല. അപ്പോൾ മാർക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മുന്നിൽ വരാൻ സാധിക്കും. പലർക്കും നമ്മളെയൊക്കെ മെറിറ്റിൽ തട്ടിക്കളയാം. എന്നാൽ എനിക്ക് മെറിറ്റിലാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് എനിക്ക് BEdന് അഡ്മിഷൻ കിട്ടിയത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല. ഒന്നാമത്തേത്, എനിക്ക് NCCയിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ NCCയിൽ നിന്ന് എനിക്ക് അല്പം മാർക്ക് കിട്ടി. അപ്പോൾ അതിന് NCCക്ക് ഒരു ചെറിയ റിസർവേഷൻ കോട്ടയുണ്ട്. അതായത് റിസർവേഷനല്ല, ഇത്ര അധികം മാർക്ക് കിട്ടും. അപ്പോൾ അതൊന്നേ. രണ്ടാമത്, ഞാൻ ജില്ലാ തലത്തിൽ ഗെയിംസിനും സ്പോർട്സിനും പോയിട്ടുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും എനിക്ക് അല്പം മാർക്ക് കൂട്ടി തന്നു. പിന്നെ എനിക്ക് PG ഉണ്ടായിരുന്നു. PGയുടെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൂടി കിട്ടും. അപ്പോൾ 2 PG ഉണ്ട്, MPhilലും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചില മാർക്ക് കിട്ടി. അതുപോട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നാൽ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചെസ്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹൈ ജമ്പ്, വോളിബോൾ, പിന്നെ അതായത് ലോങ് ജമ്പ്, ട്രിപ്പിള്, ഷോട്ട് പുട്ട്, ഡിസ്കസ്, ഹാർമർ, ഇതിലൊക്കെ ആവുന്നിടത്തോളം ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ 4 ഐറ്റംസ് ചേരാകത്തുള്ളൂ. അത് കിട്ടിയ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചേറെ മാർക്ക് കിട്ടി. അപ്പം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ കഴിവുകളുടെ പുസ്തകത്തിൽ മാത്രം തളച്ചിടരുത്. അവർക്ക് പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല, അവർക്ക് വ്യത്യസ്തമായ, അവർക്ക് ചിലപ്പം വള്ളം തുഴയാനായിരിക്കാം,
മീൻ പിടിക്കാനായിരിക്കാം. ഇതെല്ലാം വളരെ വളരെ നല്ല മേഖലകളിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള കഴിവുകളാണ്. മാതാപിതാക്കളെ നിങ്ങൾ ഡോക്ടറാവാം, നിങ്ങൾ അധ്യാപകനാകാം, അല്ലെങ്കിൽ എഞ്ചിനീയറാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളാവണം എന്ന് പറയരുത്. അപ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളിലേക്ക് അവരെ വളർത്താൻ സാധിക്കുന്ന ഒരു നല്ല വിദ്യാതലം ഉണ്ടാവട്ടെ. കുഞ്ഞുങ്ങളെ പല കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പോയി മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയ പല സ്കൂളിലും ചോദിച്ചു, മക്കളെ നിങ്ങൾ SPCയിലുണ്ടോ, അല്ലെങ്കിൽ റെഡ് ക്രോസിലുണ്ടോ, JRCയിലുണ്ടോ, അല്ലെങ്കിൽ NCC പോകുന്നുണ്ടോ? പല കുട്ടികളും പോകുന്നുണ്ട്, ചില കുട്ടികൾ പോകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ സ്കൂളിലെ പല ആക്ടിവിറ്റീസ് ഉണ്ട്, NSS ഉണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊക്കെ സംബന്ധിച്ച് നിങ്ങൾ മെറിറ്റോറിയസ് ആയിട്ട് വരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൈവിധ്യങ്ങളാകുന്ന കഴിവുകൾ ഇന്ത്യക്ക് ലോകത്തിന് ആവശ്യമാണെന്നുള്ള ഉൾബോധ്യം നിങ്ങളുടെ മനസ്സിൽ ജനിക്കട്ടെ. അധ്യാപകരെ ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറയാം, നിങ്ങൾ പുസ്തകം മാത്രം പഠിപ്പിക്കില്ല, വരികൾക്കിടയിലൂടെ അക്ഷരം തെളിഞ്ഞു വരുന്ന തെളിമ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കളെ നെഞ്ചിൻ്റെ ചൂടും മാറിൻ്റെ സ്നേഹവും മാത്രമല്ല കൊടുക്കുന്നത്, അവിടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കഴിവുകളനുസരിച്ച് അവരെ തിരിച്ചുവിടാനുള്ള ഒരു വാതായനത്തിൻ്റെ വാതിലാകട്ടെ നിങ്ങളൊക്കെ. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.